ഇത് ബാധകമാകുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള കോമൺ മാനെയാണ്. കോടിക്കണക്കിന് വരുന്ന ഈ കോമൺ പീപ്പിളിനെയാണ് ഈ വില വർധന സാരമായി ബാധിക്കുക. കാണുന്നതെന്ന് വെച്ചാൽ നമ്മളെ മണ്ടയ്ക്ക് അടിച്ചണക്കി തന്നെ കാര്യം ഏത് സാധനത്തിനാണ്, കറണ്ട് ചാർജ് മാത്രമല്ല നമ്മൾ വാങ്ങിക്കുന്ന ഏത് നിത്യോപ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. പ്രയാസമില്ല, എല്ലാ ചെലവും കൂടെ ആകുമ്പോൾ കേന്ദ്രവും കണക്ക് തന്നെ, കേരള സർക്കാരും കണക്ക് തന്നെ. ഈ രണ്ട് ടീമും ഒരു ഇതും എടുക്കുന്നില്ല സാധാരണക്കാർക്ക് വേണ്ടി. ഇത് ആരെയും കുഴപ്പമില്ല, ഇത് ജനങ്ങളെ കുഴപ്പമാണ്, അല്ലാതെ ആരെയും കുഴപ്പമില്ല. നമസ്കാരം. വിലക്കയറ്റത്തിൻ്റെ കാലമാണ്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇന്ന് വീണ്ടും ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മുടെ കറണ്ട് ചാർജ് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. യൂണിറ്റിന് 16 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. യൂണിറ്റ് 16 പൈസ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ തുകയായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഒരു മീഡിയം ഫാമിലിക്ക്, ഒരു മിഡിൽ ഫാമിലിക്ക് ഒരു പക്ഷേ 200-300 രൂപയുടെ വർധനവായിരിക്കും ഓരോ മാസങ്ങളും ഇനി ഉണ്ടാവാൻ പോകുന്നത്. അറിഞ്ഞായിരുന്നു ഇലക്ട്രിസിറ്റി ബില്ല് കൂടി, കറണ്ട് ചാർജ് കൂടി, അറിഞ്ഞായിരുന്നു? 16 പൈസ യൂണിറ്റിന് കൂട്ടിയിട്ടുണ്ട്. 16 പൈസ യൂണിറ്റിന് കൂട്ടിയിട്ടുണ്ട്. അതായത് ഒരു കോമൺ ഫാമിലിക്ക്, ഒരു മീഡിയം മിഡിൽ ഫാമിലിക്കൊക്കെ ഒരു 200-300 രൂപയുടെ വർധന. അത് കാരണം ഇതിൻ്റെ പദ്ധതികൾ പലതിലും പിന്നെ കോടിക്കണക്കിന് അഴിമതിയാണ്. ഈ അഴിമതികളെല്ലാം പിന്നെ താങ്ങുന്നതെല്ലാം ഇതുപോലെ വെള്ളത്തിലാണ്. സർക്കാരിൻ്റെ വെടുപ്പുകേട് അതാണെന്ന് പറയാം. എങ്ങനെ താങ്ങും? എങ്ങനെ സാധാരണക്കാരന് താങ്ങാൻ ഒരിക്കലും കഴിയില്ല. സെക്കൻഡ്, കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നു? അറിഞ്ഞില്ല. കറണ്ട് കൂടി അറിഞ്ഞില്ലേ? ആരും അറിഞ്ഞില്ലല്ലേ? അല്ലേ വാർത്തയല്ലേ? അറിഞ്ഞില്ല. ചേട്ടാ അറിഞ്ഞായിരുന്നോ കറണ്ട് ചാർജ് കൂടിയത്? കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നു? എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? ഈ ഭാഗം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ മിനിമം ആക്കണമെന്നാണ് എൻ്റെ. നീ കൂട്ടണമെന്നാ? കുറയ്ക്കണം. ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും കൂട്ടിയ ബില്ല് കുറച്ച് ചരിത്രം ഉണ്ടായിട്ടാ? അതില്ല, നമ്മുടെ രാജ്യം എങ്ങനെയാണല്ലോ. ചേട്ടാ കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നു? ഇപ്പോൾ കൂടാൻ പോകുന്നു പറഞ്ഞായിരുന്നു. കൂടിയതായിട്ട് വന്നിട്ടില്ല ബില്ല് ഇതായിരിക്കും. അത് വലിയ വാർത്തയാണ്. അത് വലിയ വാർത്ത തന്നെയാണ്. ഒരു എന്തിനാണ് കുറച്ചിട്ടുള്ളത്? കൂട്ടിക്കൂട്ടി പോകുന്നതേ ഉള്ളൂ. സാധാരണക്കാരന് ശമ്പളം കൂടുന്നില്ല. ബാക്കി ഗവൺമെൻറ് സാധനങ്ങളെല്ലാം ശമ്പളം കൊണ്ട് മാത്രമല്ല അതിൻ്റെ രീതിയിൽ കരം കൂടുന്നുണ്ട്. രക്ഷാകർത്തൃത്വം എല്ലാം KSE കൂടുന്നുണ്ട്, ഫോൺ ബില്ല് കൂടുന്നുണ്ട്, വാട്ടർ അതോറിറ്റി ഇനി കൂട്ടുമല്ലെന്ന് അറിയത്തില്ല. എല്ലാം കൂടിയല്ലേ, എന്തിനാണ് കുറവ് വരുന്നത് കേരളത്തിൽ? ശരിക്കും പറഞ്ഞാൽ മുന്നേ ഒരു സംഭവം വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം മധ്യപ്രദേശിൽ നിന്ന്, UP നിന്ന്, അവിടെ നിന്ന് എവിടെയെങ്കിലും നല്ല കുറഞ്ഞ വിലയ്ക്ക് കറണ്ട് കിട്ടുന്ന ഒരു ഏർപ്പാടും കരാറൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാർ അമാന്തം കാണിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് കറണ്ട് ലഭിക്കാതെ പോയത്. അതൊരു വാർത്തയായിരുന്നു ഇടയ്ക്ക്. എന്നാൽ ഇപ്പോൾ വീണ്ടും ജനങ്ങളുടെ തലയിലടിച്ചുകൊണ്ട്. ചേട്ടാ അറിഞ്ഞായിരുന്നോ കറണ്ട് ചാർജ് കൂടിയത്? കറണ്ട് ചാർജ് കൂടി. ചേട്ടാ കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നോ? കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. എങ്ങനെയാണ് നിങ്ങളെ പോലൊരു മിഡിൽ ഫാമിലിയൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും? പാടാണ്, മുന്നോട്ട് പോകുന്ന കാര്യം പാടാണ്. എന്തായാലും ചെയ്തല്ലേ പറ്റൂ. എല്ലാം കൂടി, വാട്ടർ ബില്ല് കൂടി, കറണ്ട് ചാർജ് കൂടി. ഇത് ആരുടെ കുഴപ്പമാണ് ചേട്ടാ? നമ്മുടെ തന്നെ കുഴപ്പമാണ്. ചേട്ടാ അറിയാമോ കറണ്ട് ചാർജ് കൂടി? അറിഞ്ഞു. എങ്ങനെയാണ് ചേട്ടാ ഇങ്ങനെ കൂടിക്കൊണ്ടിട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും? സാധാരണക്കാരെങ്ങനെ ജീവിക്കണം? നമ്മളതിനനുസരിച്ച് പോയാലേ പറ്റൂ. എന്തെങ്കിലും പറയാനുണ്ടോ കറണ്ട് ചാർജ് കൂടിയെ കുറിച്ചിട്ട്? കറണ്ട് ചാർജ് മാത്രമല്ലല്ലോ, എല്ലാ സാധനവും നിത്യോപ സാധനങ്ങളും എല്ലാത്തിനും വില കയറിക്കൊണ്ടിരിക്കുന്നു. സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കേന്ദ്രവും കണക്ക് തന്നെ, കേരള സർക്കാരും കണക്ക് തന്നെ. ഈ രണ്ട് ടീമും ഒരു ഇതും എടുക്കുന്നില്ല സാധാരണക്കാർക്ക് വേണ്ടി. അവർക്ക് ജീവിക്കാനുള്ള ക്യാഷ് അവരുടെ കയ്യിലുണ്ട്. അവർ നമ്മളെ നികുതി പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഉപയോഗപരമായിട്ടുള്ള ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. കേന്ദ്രം പറഞ്ഞാലും ശരി തന്നെ, കേരള സർക്കാർ പറഞ്ഞാലും ശരി തന്നെ. ചേട്ടൻ എന്താ പറയാനുള്ളത് കറണ്ട് ചാർജ് കൂട്ടിനെ കുറിച്ചിട്ട്? അങ്ങനെ പറയാതിരിക്കുന്നു. കറണ്ട് ചാർജ് കൂട്ടി അവർ നമ്മൾ കുറയ്ക്കാൻ പറഞ്ഞാൽ കുറയ്ക്കുമോ? കുറയ്ക്കില്ലല്ലേ. അങ്ങനെ എന്തെങ്കിലും കുറഞ്ഞ ചരിത്രം ഉണ്ടോ നമുക്ക്? അതാണ് ചോദിച്ചത്. കുറയ്ക്കുമോ? ഒരിക്കലും കുറയ്ക്കില്ല. ഇപ്പം അവരോട് സഹകരിക്കുക, അല്ല ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട്. ഞാൻ കുറച്ചു കാലം മുമ്പ് ഞാൻ കർണാടകയിൽ കൂടി യാത്ര പോയിരുന്നു. യാത്ര പോയ സമയത്ത് 10, 200, 250 കിലോമീറ്റർ ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്തത്. ആ സമയത്ത് ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ, ഒരു വിദ്യാർത്ഥി ആരായാലും അവരുടെ ആധാർ കാർഡുമായി ആ ബസ്സിനകത്ത് കയറിയാൽ അവർക്ക് ടിക്കറ്റ് എടുക്കണ്ട. കണ്ടിട്ട് കൊതിയായി കേട്ടോ. കാരണം ഈ 10-250 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളെ യാത്ര ചെയ്യുമ്പോൾ ഒരാൾക്ക് 300, 400, 300, 350 രൂപയോളം ബില്ലാവുന്ന ഒരു ടിക്കറ്റ് ചാർജ് ആവുന്ന സമയത്താണ് അവിടുത്തെ ഒരു പെൺകുട്ടി ഒരു ആധാർ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വികസനങ്ങളും സൗജന്യങ്ങളും ഒക്കെ നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട്.
എന്തുകൊണ്ട് കേരളത്തിൽ വരുന്നില്ല, എങ്ങനെ മാസാമാസം ബില്ല് കൂടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകുന്നില്ല. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടിയാണിത്. കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നു? ഇല്ല, അറിഞ്ഞില്ല. അമ്മ അറിഞ്ഞായിരുന്നു? ഞാൻ പത്രം വായിക്കുന്നുണ്ട്. അറിഞ്ഞായിരുന്നു. എങ്ങനെ അമ്മ ജീവിക്കുന്നത്? എങ്ങനെ ജീവിക്കാം? അതാണ് ഇന്ന് കറണ്ട് ബില്ല് അടയ്ക്കേണ്ട അവസാന ദിവസമാണ്. എത്ര പേരെടുത്ത് യാചിച്ചാണ് നേരം വിളിച്ച് പൈസ കിട്ടിയത്. ഒരുപാട് കാശുള്ളവർക്കൊന്നും വിഷയമില്ല, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 2000 രൂപ സത്യം പറഞ്ഞ കാലത്തെ ഭർത്താവിൻ്റെ അടുത്ത് ചെന്ന് യാചിക്കുന്നു, മോൻ്റെ അടുത്ത് യാചിക്കുന്നു, എല്ലാവരും കൂടെ എടുത്ത് കൂട്ടി തന്ന് പൈസ ബില്ലും കയ്യിലിരിക്കുകയാണ്. ശരിയമ്മ. ഇന്ന് അവസാന ഡേറ്റാണ്. ബില്ല് വരുമ്പോൾ തൊട്ട് ഞാൻ കിടന്ന അലപ്പാണ്. കാരണം തള്ളമാർക്കല്ലേ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ ഈ വീട്ടമ്മമാരായിരിക്കും ഏറ്റവും കൂടുതൽ ഇത്തരം സംഘർഷങ്ങൾ. ബില്ലൊക്കെ വരുമ്പോഴത്തേക്കല്ലേ ഗ്യാസ് തീർന്നാലും കറണ്ട് വാട്ടർ ഗ്യാസും തീരാറായി. അത് ഞാൻ മരുമക്കളുടെ അടുത്ത് പറഞ്ഞു, ഗ്യാസും തീരാറായി. നമ്മക്കാണ് സംഘർഷമല്ലേ? എനിക്കാണ് വിഷമം. ചേട്ടാ, കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നോ? അറിഞ്ഞോ? എങ്ങനെയാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ, നിങ്ങളൊക്കെ വോട്ട് ചെയ്യിപ്പിച്ച ആൾക്കാരല്ലേ ഇങ്ങനെ ബില്ല് കൂട്ടി തലക്ക് വെച്ചിരുന്നത്? വോട്ട് ചെയ്ത് നമ്മളല്ലോ ഞങ്ങളല്ലേ ചെയ്തത്. നിങ്ങൾ ആളല്ലേ? ചേട്ടൻ എന്താ പറയുന്നത്? കൂടി നല്ലതാണോ ചീത്തയാണോ? ചീത്ത. പാവങ്ങൾ എങ്ങനെ അടയ്ക്കും? ജോലി കൂലി ഇല്ലാതെ 2 പൈസ കൂട്ടിയാൽ എന്തെങ്ങനെ അടയ്ക്കും? കറണ്ട് ബില്ല് കൂടി അറിഞ്ഞായിരുന്നോ? എങ്ങനെയാണ് ഒരു സാധാരണ നിങ്ങളെപ്പോലെ ആൾക്കാർക്ക് നോക്കിയാണ് കാണുന്നതെന്ന് വെച്ചാൽ നമ്മളെ മണ്ടയ്ക്ക് അടിച്ചണക്കി തന്നെ. കാര്യം ഏത് സാധനത്തിനാണ്, കറണ്ട് ചാർജ് മാത്രമല്ല, നമ്മൾ വാങ്ങിക്കുന്ന ഏത് നിത്യോപ സാധനങ്ങൾക്കും ഭയങ്കര വിലയാണ്. ജനങ്ങൾക്ക്, സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അതേ നമുക്ക് പറയാനുള്ളൂ. അറിഞ്ഞായിരുന്നോ? പത്രം വായിക്കാറൊന്നുമില്ലേ? ഇന്ന് വലിയ വാർത്തയില്ലേ കറണ്ട് ബില്ല് കൂട്ടിയത്? അറിഞ്ഞില്ല? എങ്ങനെയാണ് നിങ്ങളത് കാണുന്നത്? നല്ലതാണോ ചീത്തയാണോ കൂട്ടിയത്? പാവങ്ങളെ വയറ്റത്തടിക്ക് അത്രേ ഉള്ളൂ. കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല. അറിഞ്ഞില്ലേ? അറിഞ്ഞായിരുന്നോ? എങ്ങനെയാണ്? നല്ല കാര്യമല്ലേ? നിങ്ങൾ വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിച്ചത്. നിങ്ങൾ ബില്ലെല്ലാം സെറ്റ് ചെയ്ത് നിങ്ങളല്ലേ? നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന വിഷമം എന്താണെന്ന്. ഒരു സാധാ ഫാമിലിക്ക് ഓരോ മാസം 200-300 രൂപ വർധന വരുമെന്നാണ് കേട്ടത്. അപ്പൊ എങ്ങനെയാണ് കാശ് കാണുന്നത്? കുറയ്ക്കണോ കൂട്ടണോ? ഇനിയും കൂട്ടണോ? അടയ്ക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റില്ല. പ്രയാസമാണ്. എല്ലാ ചെലവും കൂടെ ആകുമ്പോൾ പറ്റത്തില്ല. ഒരുപാട് കാശുള്ളവർക്ക് 200-300 രൂപയൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്കാണ് ഈ വിഷയം വരുന്നത് അല്ലേ? ചേട്ടാ, കറണ്ട് ബില്ല് കൂടി അറിഞ്ഞായിരുന്നു? അറിഞ്ഞായിരുന്നു. എങ്ങനെയാണ് ഒരു മിഡിൽ ഫാമിലി എന്നതിലേക്ക് ചേട്ടാ എങ്ങനെ നോക്കിയാണ്? സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഇതാണ്. ഒന്നാമത് നമ്മൾ രണ്ടറ്റവും കൂട്ടി പിടിക്കാൻ വേണ്ടി ഓടുകയാണെന്നല്ലേ? ഓടുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഇരുട്ടടിയും കൂടെ വന്നത്. അറിഞ്ഞായിരുന്നോ? എങ്ങനെയാണ് ചേച്ചി കാണുന്നത്? താങ്ങാൻ പറ്റുമോ? ഇല്ല, താങ്ങാൻ പറ്റുന്നില്ല. വൈദ്യുതി ചാർജ് കൂടി അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ല. എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? എന്ത് പറയാം, ഇങ്ങനെ പോയാൽ എങ്ങനെയാണെന്നുള്ളതാണ് അഭിപ്രായം. ഒരു രക്ഷയില്ല. ഉള്ള തുച്ഛമായത് കൊണ്ട് ഇങ്ങനെ പറ്റുന്നത്. സാധനക്കാരൻ താങ്ങാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ ഒരേ സ്ലാബ് മാറി മാറി വരുന്നു. 1000-1600 അടച്ചിട്ട് ഇപ്പോൾ 3000 രൂപ പറഞ്ഞു. ഒരേ പ്രാവശ്യം ബില്ല് കൂടി വരുമ്പോഴും അതിൻ്റെ സ്ലാബ് മാറി മാറി പോകുകയാണ്. പിന്നെ ഇങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സാധനത്തിൻ്റെ വില. അറിഞ്ഞില്ലേ? പത്രം വായിക്കൂലേ? രണ്ടാഴ്ച കൂടിയിട്ടുണ്ട്. എന്താണ് ഒരു സാധാരണ വീട്ടമ്മ നിലയ്ക്ക് എങ്ങനെയാണ് കാണുന്നത്? ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവും, കുഞ്ഞുങ്ങൾക്ക് തന്നെ ഹോസ്പിറ്റലിൽ ചെലവാകും. കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നോ? കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നോ? അറിഞ്ഞില്ലേ? കറണ്ട് ചാർജ് കൂടിയാ എന്തോ അറിയാൻ വയ്യ. പത്രം വായിച്ചില്ലേ രാവിലെ? ടിവിയും കണ്ടില്ലേ? ചേട്ടാ അറിഞ്ഞ? ചേട്ടാ അറിഞ്ഞാ? അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. എന്താണ് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? എന്ത് പറയാനാണ്, അവര് ഗവൺമെന്റ് കൂട്ടുന്നു, നമ്മൾ അടയ്ക്കുന്നു. അല്ല അവരെന്ത് ചെയ്യാനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂലല്ലോ. പ്രതീക്ഷിച്ചാൽ നമ്മളകത്താകും. ഈ 2 സിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? ഈ രീതിയിൽ അടച്ചു കൊടുക്കുക. അതെ, വേറെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ചേട്ടാ, കറണ്ട് ചാർജ് കൂടി അറിഞ്ഞായിരുന്നോ? കറണ്ട് ചാർജ് കൂടിയെന്നൊക്കെ പറയണായിട്ട്. കറണ്ട് ചാർജ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കൂടിയാണെങ്കിൽ പോയാലേ പറ്റുള്ളൂ. നാട്ടിൽ എങ്ങനെയാണ് രീതി അതനുസരിച്ച് നീങ്ങിയാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരാൾ കൂടിയെന്ന് പറഞ്ഞ് അത് കുറയ്ക്കാൻ പറ്റത്തില്ല. കൂടിയത് ചരിത്രമില്ല. കൂടിയതൊരിക്കലും കുറയാനും പോകുന്നില്ല. നാടിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ നീങ്ങിയാലേ പറ്റത്തുള്ളൂ.
ഇത് ആരെ കുഴപ്പമാണ്? ഇത് ആരെയും മന്ത്രിസഭയാണോ ആ. വൈദ്യുതി മന്ത്രിയുടെയാണോ? ഇത് ആരെയും അതെ, വോട്ട് ചെയ്യിപ്പിച്ച് ഇത് ആരെയും കുഴപ്പമില്ല, കുഴപ്പമാണ്. ഇത് ജനങ്ങളെ കുഴപ്പമാണ്. അതെ, അല്ലാതെ ആരെയും കുഴപ്പമില്ല. അതെ, ജനങ്ങളുടെ നികുതിക്കാശ് കൊണ്ട് കറണ്ട് ചാർജ് അടയ്ക്കുന്ന രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും മറ്റ് മന്ത്രിമാർക്കും ഒന്നും ഇത് ബാധകമാകില്ല. അതുപോലെ തന്നെ ഒരുപാട് ബിസിനസ് ചെയ്യുന്ന ഈ ഒരുപാട് കാശുള്ള ഈ വണക്കാർക്കും വ്യവസായികൾക്കും ഒന്നും ഇത് ബാധകമാകില്ല. ഇത് ബാധകമാകുന്നത് എന്നെയും നിങ്ങളെയും പോലുള്ള കോമൺ മാനെയാണ്. കോടിക്കണക്കിന് വരുന്ന ഈ കോമൺ പീപ്പിളിനെയാണ് ഈ വില വർധന സാരമായി ബാധിക്കുക. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പുലർന്നു മുതൽ പകലന്തിയോളം പണിയെടുത്ത് അങ്ങനെ ജീവിക്കുന്ന അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സാധാരണ ജനങ്ങളെയാണ് ഈ വില വർധന ബാധിക്കുക. വിശ്ലേഷണം വേണ്ടി ക്യാമറമാൻ റജിനൊപ്പം സീത്ത് മാരാർ സൈനിങ് ഓഫ്.